ഹലോ, എൽമാസ് ടൈലറിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചുരിദാറിൻ്റെ കട്ടിംഗ് ആണ് നോക്കുന്നത്. അതിൻ്റെ നിങ്ങളതൊരു തുടക്കക്കാരാണെങ്കിൽ ചുരിദാർ തയ്ച്ചിട്ട് കഴിയുമ്പോൾ കഴുത്ത് ലൂസായി പോകുന്ന പ്രശ്നം ഒട്ടുമിക്ക പേരിലും കാണാറുണ്ട്. അപ്പോൾ നമ്മൾ തയ്ച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കഴുത്ത് ലൂസാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കഴുത്തിൻ്റെ അവിടെ ആ ഷോൾഡർ ഒന്ന് കൂട്ടിയടിച്ചാണ് നമ്മൾ പരിഹരിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യാതെ നമുക്ക് തയ്ക്കുന്ന നേരത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ, അതായത് വെട്ടുമ്പോഴും തയ്ക്കുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിന് അനുയോജ്യ നല്ല കറക്റ്റ് പാകത്തിൽ നമുക്ക് ചുരിദാർ തയ്ച്ചിടാം. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കഴുത്തിൻ്റെ ലൂസ് ഒഴിവാക്കാൻ നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകും. അതിനായിട്ട് തുണി ഞാനിവിടെ വിരിച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 42 ഉള്ളത്. ചെസ്റ്റ് വണ്ണം 30, ബ്രസ്റ്റ് വണ്ണം 30, വേസ്റ്റ് വണ്ണം 25, ഹിപ്പ് വണ്ണം 31, അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് കട്ട് ചെയ്ത് നോക്കാം. പിന്നെ നമ്മുടെ നെക്കിൻ്റെ ഇറക്കം 6.5 ഇഞ്ചാണ്. അതുപോലെ കൈയുടെ ഇറക്കം 14 ഇഞ്ചാണ്. മുകളിലത്തെ വണ്ണം 11, അടിവണ്ണം 9. ഷോൾഡർ വീതി എന്ന് പറഞ്ഞത് ഈ കൊച്ചിന് 13.5 ഇഞ്ചാണ്. ആം ഹോൾ റൗണ്ട് 14. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ നമുക്ക് ആദ്യം ഇറക്കം രേഖപ്പെടുത്താം. എല്ലാവർക്കും അറിയാം ചുരിദാറിൻ്റെ ഇറക്കം എടുക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്നാണെങ്കിലും ചുരിദാറിൽ നിന്നാണെങ്കിലും നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്നാണ് ഇറക്കം പിടിക്കുന്നത്. അപ്പോൾ ആ ഇറക്കത്തിൻ്റെ കൂടെ 1.5 ഇഞ്ച് നിർബന്ധമായും കൂട്ടിയിടണം. ഈ ചുരിദാറിൻ്റെ ഇറക്കം എന്നത് ശരീരത്തിൽ നിന്ന് പിടിച്ച ഇറക്കമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് 1.5 ഇഞ്ച് കൂട്ടിയിടണം. ഇപ്പം ചുരിദാർ നമ്മൾ തയ്ച്ചു കഴിഞ്ഞ് ചുരിദാറാണെങ്കിൽ പോലും നമ്മൾ അതിൽ നിന്നാണ് അളവ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് കൂടുതലിടണം. ഇപ്പം നമ്മളിവിടെ ഷോൾഡറിനായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് താഴേക്ക് ഇറക്കം പിടിക്കാം. നമുക്ക് 42 ഇറക്കം, നമുക്ക് ശരീരത്തിൽ നിന്ന് എടുത്ത ഇറക്കം 42. അതിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് കൂട്ടിയിടണം. അത് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളിവിടെ ഷോൾഡർ അടയാളപ്പെടുത്താൻ പോവാണ്. അപ്പോൾ ഈ കൊച്ചിൻ്റെ ഷോൾഡർ വീതി എന്നത് 13 ഇഞ്ചാണ്. 13.5 ഉണ്ട്. അപ്പോൾ നമ്മളിതിൽ നിന്നും 1.5 ഇഞ്ചാണ് കുറയ്ക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ 1.5 ഇഞ്ച് കുറയ്ക്കുമ്പോൾ നമുക്കിവിടെ 12 ഇഞ്ച് കിട്ടി. അതായത് 13.5 1.5 പോയപ്പോൾ നമുക്ക് 12 ഇഞ്ചാണ് ബാക്കിയുള്ളത്. 12ൻ്റെ പകുതി 6 ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തി. ഷോൾഡർ 13, അതിൻ്റെ 1.5 നമ്മൾ കുറയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് 12 ഇഞ്ച് കിട്ടി. നമ്മൾ 6 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി. ഇനി സാധാരണ നമ്മൾ കഴുത്തിറക്കമാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പം തുടക്കക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴുത്തിൻ്റെ അകലം രേഖപ്പെടുത്തേണ്ടതെന്ന് സംശയം ഉണ്ടാവും. അതിന് നമ്മൾ ചെസ്റ്റ് അളവേ ഹരിക്കണം 12, അത് നോക്കിയാൽ മതി. അപ്പം നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഈസി ആയിട്ട്. അല്ലാതെയും വേറെ മാർഗമുണ്ട്, ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കഴുത്തിൻ്റെ ചുറ്റളവ് എടുത്തിട്ട് ചെയ്യുന്ന വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്കത് ഉപകാരപ്രദമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഇപ്പം നമ്മളിവിടെ ചെസ്റ്റ് അളവിന്, അതായത് 30 ചെസ്റ്റ് അളവ്. ചെസ്റ്റ് അളവിനെ നമ്മൾ 12 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് 2.5 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ആ ഇറക്കം നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് 6 ഇഞ്ച് ഇറക്കം കൊടുക്കാം. അകലം നമുക്ക് 2.5 ഇഞ്ച് കൊടുക്കാം. ഇപ്പോൾ കഴുത്തിൻ്റെ അകലം ചെസ്റ്റ് അളവ് എത്രയാണോ, ചെസ്റ്റ് അളവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കക്ഷത്തിൻ്റെ താഴേക്കൂടെ പോകുന്ന ആ അളവിനെയാണ് നമ്മൾ വട്ടം ചുറ്റിയെടുക്കുന്ന അളവിനെയാണ് നമ്മൾ ചെസ്റ്റ് അളവെന്ന് പറയുക. ഞാനതിൻ്റെ ഫോട്ടോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം. ഇപ്പം ചെസ്റ്റ് അളവിനെ നമ്മൾ 12 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കഴുത്തിൻ്റെ അകലം നമുക്ക് കിട്ടും. അതിൽ നിന്ന് കുറയ്ക്കോ കൂട്ടോ എന്ത് വേണേലും ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ സാധാരണ കഴുത്ത് വരയ്ക്കുമ്പോൾ അവരത്ര ശ്രദ്ധിക്കില്ല. ഇങ്ങനെ നമ്മൾ അളവെടുത്തിട്ട് വരച്ചാലും ഇങ്ങനെ ഇപ്പം നമ്മൾ 2.5 ഇഞ്ച് അകലം കൊടുത്ത് നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ യു വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ചെയ്യേണ്ടത്, യു വരയ്ക്കേണ്ടത് ശരിക്കും ഇവിടെ നിന്ന് ഇങ്ങനെ ടച്ച് ചെയ്താൽ മതി. ഈ 2 പൊസിഷനെ, അതായത് ഇവിടെ നിന്ന് നമുക്ക് ഇത്രയും ടച്ച് ചെയ്യേണ്ടതുള്ളൂ ഒരു റാ ഷേപ്പിൽ. പക്ഷെ സാധാരണ ബിഗിനേഴ്സ് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടം തൊട്ട് വരയ്ക്കാൻ തുടങ്ങും. അപ്പോൾ എന്നാ വെച്ചാൽ ഇങ്ങനെ വരുമ്പോൾ ഇവിടം ഇങ്ങനെ ആയി പോകും. അതായത് ഈ വരയിൽ നിന്ന് പുറത്തു പോകും. വരച്ച് വരുമ്പോൾ ഈ വരയിൽ നിന്ന്, ഇതാണ് നമ്മുടെ ഒറിജിനൽ വര, അതിൻ്റെ പുറത്തു പോകും. അപ്പം കഴുത്തിൽ നമുക്ക് ലൂസ് പ്രകടമാകും. അപ്പോൾ അത് ഒഴിവാക്കണം. അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊന്നും നിങ്ങൾ തൊടരുത്. ഈ 2.5 ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തിയാൽ ഇവിടെയൊന്നും നമ്മൾ ചോക്ക് കൊണ്ട് പിന്നെ വരയ്ക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ മാത്രം യു വരച്ചാൽ മതി.
അപ്പം അങ്ങനെ നമ്മൾ കഴുത്ത് വരച്ചിട്ടുണ്ട്. ഇനി വെട്ടുമ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. വെട്ടുമ്പോഴും ഈ വരയ്ക്കുള്ളിൽ നിൽക്കുന്നത് പോലെ ആയിരിക്കണം നമ്മൾ കട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഇത്രയും വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്കുഴിയാണ് നോക്കേണ്ടത്. നമ്മൾ ഇത്രയും വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്കുഴിയാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ കൈക്കുഴി എന്ന് പറയുന്നത് നമുക്ക് ഷോൾഡർ 13.5 ആയിരുന്നു. ഇവരുടെ ആം ഹോൾ റൗണ്ട് 14 ഇഞ്ചാണ്. ഈ 14 ഇഞ്ചിനെ 14 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് ലൂസ് കൂട്ടുമ്പോൾ നമുക്ക് 14.5 കിട്ടുന്നു. അപ്പോൾ ഇതിൻ്റെ പകുതി എന്ന് പറയുന്നത് 7.25 അപ്പോൾ നമുക്ക് 7.25 എവിടെ കിട്ടുന്നു എന്ന രീതിയിലാണ് നമ്മൾ കൈക്കുഴി സെറ്റ് ചെയ്യേണ്ടത്. സാധാരണ തുടക്കക്കാരൊക്കെ ആകുമ്പോൾ അവർ ചിലപ്പോൾ യൂട്യൂബ് വീഡിയോ ഒക്കെ നോക്കി ചെയ്യുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ചില വീഡിയോകളിൽ ചിലർ പറയും ബ്രസ്റ്റ് അളവാണ്, അതായത് ബ്രസ്റ്റ് അളവാണ് എടുക്കേണ്ടതെന്ന്. അപ്പം ബ്രസ്റ്റ് അളവ് എടുക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മുടെ ചെസ്റ്റ് അളവ് ഈ വരുന്നത്, ഇത് നമ്മുടെ ചെസ്റ്റ് അളവാണ് വരുന്നത്. നമുക്കിവിടെ നിന്ന് ഒരു 9.5 അല്ലെങ്കിൽ 10 ഇഞ്ച് പൊക്കമുള്ളവരാണെങ്കിൽ 10 ഇഞ്ച് തന്നു വരും. പൊക്കം കുറഞ്ഞവരാണെങ്കിൽ 9.5, 9 ഈ കണക്കിനാണ് ബ്രസ്റ്റ് അളവ് വരിക. അതായത് ശരീരത്തിന്റെ ഉയർന്ന വണ്ണം എന്ന് പറയാം, ഉയർന്ന വണ്ണം വരുന്നത്. ഇത് നമ്മുടെ കക്ഷത്തിന്റെ അതിലേ പോകുന്നത്. നമ്മുടെ കക്ഷത്തിന്റെ ഇടയ്ക്കോടെ നമ്മൾ ടേപ്പ് ഇട്ട് അളന്നാൽ കിട്ടുന്ന അളവാണ് നമുക്ക് ചെസ്റ്റ് അളവ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ബ്രസ്റ്റിന്റെ മുകളിൽ കൂടെ നമ്മൾ വട്ടം ചുറ്റി എടുക്കുന്ന അളവാണ് ബ്രസ്റ്റ് അളവ്. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം ഈ നമ്മൾ കൈക്കുഴി സാധാരണ ചെയ്യേണ്ടത് ഈ ചെസ്റ്റ് അളവിനെ ബേസ് ചെയ്തായിരിക്കണം. ഈ ബ്രസ്റ്റ് അളവിനെ ബേസ് ചെയ്ത് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ ചെസ്റ്റ് അളവിനേക്കാളും എപ്പോഴും ഉയർന്നു നിൽക്കുന്നത് നമ്മുടെ ബ്രസ്റ്റ് അളവായിരിക്കും. ഈ ബ്രസ്റ്റ് അളവിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ കൈക്കുഴി എടുക്കുന്നതെങ്കിൽ നമുക്ക് കൈക്കുഴി വലുതായി പോകും. ഇനി നമ്മൾ കൈക്കുഴിയാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ 6 ഇഞ്ച് ഷോൾഡർ വീതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്കിവിടെ 6 ഇഞ്ച് തന്നെ ചില വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് 6 ഇഞ്ച് തന്നെ കൈക്കുഴി അളവായിട്ടും കൊടുക്കുന്നത്. നമുക്ക് കൈക്കുഴി അളവെന്ന് 6 ഇഞ്ച് കൊടുത്തു നോക്കാം. അപ്പോൾ നമുക്ക് 14 ഇഞ്ചാണ് ആം ഹോൾ റൗണ്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് ചെസ്റ്റ് വണ്ണത്തിൻ്റെ വണ്ണം അടയാളപ്പെടുത്തണം. അപ്പോൾ ചെസ്റ്റ് വണ്ണത്തിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് ലൂസ് കൂട്ടിയിട്ട് നമുക്ക് 4 വണ്ണം കാണണം. അപ്പോൾ 30 ഇഞ്ചാണ്. 30ൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുന്നു. നമുക്ക് കൈക്കുഴിയുടെ അളവ് രേഖപ്പെടുത്തുന്നതിന് മുൻപ് നമുക്ക് ചെസ്റ്റ് വണ്ണം അടയാളപ്പെടുത്തണം. അപ്പോൾ ചെസ്റ്റ് വണ്ണം ഈ കൊച്ചിൻ്റെ 30 ഇഞ്ചാണ്. 30. അപ്പോൾ 30ൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് ലൂസ് കൂട്ടുന്നു. 4 ഇഞ്ച് ലൂസ് കൂട്ടിയിട്ട് 34 വരുന്നു. 34ൻ്റെ 4 എന്ന് പറയുന്നത് 8.5 ഇഞ്ചാണ്. അപ്പോൾ 8.5 ഇഞ്ച് നമുക്കിവിടെ അടയാളപ്പെടുത്താം. ഇപ്പോൾ ഈ കൊച്ചിൻ്റെ ചെസ്റ്റും ബ്രസ്റ്റും ഒരുപോലെയുള്ള അളവാണ്. അതായത് ചെസ്റ്റ് അളവ് 30ആണ്, ബ്രസ്റ്റ് അളവ് 30ആണ്. അപ്പോൾ നമുക്കിനി കൈക്കുഴി, ഇവിടെയാണ് നമ്മുടെ ചെസ്റ്റ് അളവ് വന്നിട്ടുള്ളത്. നമുക്കത് കൈക്കുഴി വരച്ചെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കൈക്കുഴി. അപ്പോൾ നമുക്ക് 7.25 അതായത് 14 ആം ഹോൾ റൗണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് ലൂസ് കൂട്ടിയാൽ നമുക്ക് 14.5 വന്നു. 14യുടെ 2 വണ്ണം എന്ന് പറയുന്നത് 7.25. അപ്പോൾ 7.25 നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് നോക്കാം. ഇവിടെ നമുക്ക് 1/2 ഇഞ്ച് ഷോൾഡർ ലൂസിനായിട്ട്, അതായത് ഷോൾഡർ ജോയിൻറ്റിനായിട്ട് നമുക്ക് 1/2 ഇഞ്ച് ലൂസ് ഇടണം. അതിന് ശേഷം നമുക്ക് ഇവിടെ വന്ന് നമ്മൾ അളന്ന് നോക്കിയാൽ നമുക്കിത് 6 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ 3 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ട് നമുക്കതൊന്ന് വരച്ച് വെക്കാം. നമ്മൾ ഈ അടിക്കുന്ന ലെവലിലാണല്ലോ നമ്മൾ ടേപ്പ് വെക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലെയാണ് നമ്മൾ വെട്ടുന്നത്, ഇതിലെയാണ് നമ്മൾ അടിക്കുന്നത്. ഇങ്ങനെയാണല്ലോ അടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ടേപ്പ് വെച്ച് നോക്കാം. ഉണ്ടോ, നമുക്ക് ആ അളവിൽ 8 ഇഞ്ചാണ് കിട്ടുന്നത്. നമുക്ക് വേണ്ടത് എത്രയാ? 7.25 ഉള്ളൂ. അപ്പോൾ 3/4 ഇഞ്ച് നമുക്ക് ഇവിടെ ലൂസ് കൂടി പോകുന്നുണ്ട്. ഇങ്ങനെയാണ് തുടക്കക്കാർക്ക്, അതായത് ബിഗിനേഴ്സിന് സംഭവിക്കുന്ന പ്രശ്നം. കഴുത്ത് ലൂസാകാനുള്ള ഏറ്റവും വലിയ പ്രശ്നം സംഭവിക്കുന്നത് ഇതാണ്. ഇങ്ങനെയാണോ നിങ്ങൾ അളവെടുക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതായത് ഷോൾഡർ തന്നെയാണോ നിങ്ങൾ ആം ഹോൾ റൗണ്ട്, അതായത് കൈക്കുഴി കൊടുക്കുന്നതെന്ന് ചിന്തിക്കുക. പക്ഷെ ഇതിൽ ചിലർക്ക് കറക്റ്റായി വരും. കാരണം ഇത് തന്നെ ആം ഹോൾ അല്ലെ കൈക്കുഴി കൊടുത്തുന്നോർത്ത് കുഴപ്പമൊന്നും വരില്ല, കറക്റ്റായി വരും. പക്ഷെ എല്ലാവർക്കും കറക്റ്റ് ആവില്ല. കാരണം ചില ശരീരപ്രകൃതി, അതായത് ഷോൾഡറുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സംഭവം കിടക്കുന്നത്. ഷോൾഡറിന്റെ നമ്മുടെ വീതിയും അതിന്റെ വിരിവും, അതായത് നമുക്ക് ഷോൾഡറിന്റെ വീതിയെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ കൈക്കുഴി അതാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവർക്കും ഇത് ശരീരപ്രകൃതികൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഏതാണ് ഇങ്ങനത്തെ ഷോൾഡറാണ് അങ്ങനെ കൊടുക്കുന്നതെന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം. അപ്പം നമ്മളിവിടെ നമുക്ക് 8 ഇഞ്ച് വന്നതുകൊണ്ട് തന്നെ നമ്മൾ കൈക്കുഴി കുറച്ച് കൊടുക്കുകയാണ്. നമുക്കിവിടെ 5.5 കൊടുത്ത് നോക്കാം. നമുക്കിവിടെ 8ആണ് കിട്ടിയത്. ഈ ചെസ്റ്റ് അളവിൽ നമുക്ക് 8ആണ് കിട്ടിയത്. നമുക്ക് കിട്ടേണ്ടത് 7.25.
അപ്പം നമ്മളിവിടെ 5.5 കൊടുക്കുമ്പോൾ നമുക്ക് 2.25 അടയാളപ്പെടുന്നു. എന്നിട്ട് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മൾ നീല വരയും കൊണ്ടാണ് വരയ്ക്കുന്നത്. ഉണ്ടോ? ഇത് നമുക്ക് ചെസ്റ്റ് അളവ്. അപ്പോൾ നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇവിടെ അരേഞ്ച് നമ്മൾ ഇട്ടിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ ഈ ഷോൾഡർ കൂട്ടി കഴിപ്പിക്കുമ്പോൾ നമുക്ക് ഇത് ടൈറ്റ് ആയിപ്പോവും, കൈക്കുഴി ടൈറ്റ് ആയിപ്പോവും. അപ്പോൾ എപ്പോഴും നമ്മൾ ഇതളന്ന് നോക്കുമ്പോൾ നമ്മളിവിടെ അരേഞ്ച് ഷോൾഡർ ജോയിൻറ്റിനുള്ള പീസ് ഇട്ടിരിക്കണം. ഇതൊന്നും തുടക്കക്കാർ ശ്രദ്ധിക്കില്ലാത്തത് കൊണ്ടാണ് അവർക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കുറച്ച് തയ്ച്ച് പഠിച്ചാലേ കുറച്ച് തയ്ച്ചായി കഴിഞ്ഞവർക്കൊന്നും ഈ കഴുത്ത് ലൂസ് അങ്ങനെ വരാൻ സാധ്യതയില്ല. തുടക്കക്കാർക്കാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. കാരണം അവർ കട്ടിങ്ങിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ടോ അല്ലെ പേടി കൊണ്ടോ അവർ കട്ടിങ്ങിൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് അറിയത്തില്ലാത്തതുകൊണ്ടോ ഇപ്പം ചെയ്യാത്തതായിരിക്കാം. അപ്പം കഴുത്തിൽ ഒന്നാമത്തെ നമ്മൾ ശ്രദ്ധിക്കണം, ഇത് ഈ വരയിൽ നിന്ന് അപ്പുറത്ത് പോകാൻ പാടില്ല. രണ്ടാമത്തെ നമ്മൾ ഷോൾഡറിനനുസരിച്ചായിരിക്കണം നമ്മൾ, അതായത് ഷോൾഡർ വീതിക്ക് അനുസരിച്ചായിരിക്കണം നമ്മൾ അതിൽ നിന്ന് കുറച്ച് ആവശ്യത്തിനുള്ളത് കുറച്ചിട്ടായിരിക്കണം നമ്മൾ ഷോൾഡർ വിരിവ് കൊടുക്കേണ്ടത്. മൂന്നാമത്തത് ഷോൾഡർ തന്നെ എല്ലാ അളവുകാർക്കും കൈക്കുഴി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ 5.5 കൊടുത്തിട്ടുണ്ട്. നമുക്കത് നോക്കാം. ഇവിടെ വെച്ച് നമ്മൾ ടേപ്പ് വെച്ച് അളന്നാൽ നമുക്കിവിടെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. കണ്ടോ? അപ്പോൾ നമ്മൾ ഈ 6 തന്നെ കൊടുക്കുമ്പോൾ നമുക്ക് കൈക്കുഴി കൂടി പോകും. അപ്പോൾ ചിലർക്ക് ഇങ്ങനെ സംഭവിക്കുന്നതുകൊണ്ടായിരിക്കാം കഴുത്ത് ലൂസ് വരാൻ സാധ്യത. അപ്പോൾ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്ത് തന്നെ വേണം നിങ്ങൾ ചുരിദാറിന് കട്ട് ചെയ്യാനും അല്ലെങ്കിൽ നമ്മൾ തയ്ക്കുമ്പോഴും ചെക്ക് ചെയ്യണം. നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി വരയ്ക്കുമ്പോഴും നമ്മൾ ചെക്ക് ചെയ്ത് തന്നെ വേണം നമ്മൾ തുണിയിൽ അളവുകൾ രേഖപ്പെടുത്താൻ. അല്ലെങ്കിൽ നമ്മൾ ഈ ഷോൾഡർ തന്നെ ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ 3/4 ഇഞ്ച് ലൂസാണ് വന്നത്. ആ ലൂസ് നമ്മുടെ ഷോൾഡറിനെ, അതായത് കഴുത്തിനെയാണ് ബാധിക്കുന്നത്. ഇവിടെ ലൂസ് വരുമ്പോൾ കൃത്യമായിട്ടും ഇവിടെ ലൂസ് വരും, ഈ ഷോൾഡറിൽ ലൂസ് വരും. അതുപോലെ ഇവിടെ ടൈറ്റ് ആയി പോയാലും നമുക്കിവിടെ ഈ കൈ കയറാതെ വന്നിട്ട് നമുക്ക് ഈ കഴുത്ത് അങ്ങോട്ട് വലിച്ചുകൊണ്ടിരിക്കും. അപ്പോഴും ലൂസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ആം ഹോൾ റൗണ്ടിനനുസരിച്ചായിരിക്കണം നമ്മുടെ കൈക്കുഴി സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ 6 നമ്മൾ 8.5 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 1.5 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പിടാം. ഇനി നമുക്ക് ബ്രസ്റ്റ് വണ്ണം ഈ കൊച്ചിന് 8.5 തന്നെയാണ്. നമുക്ക് ഷേപ്പ് വണ്ണം ഈ കൊച്ചിന് പൊക്കം കുറവായതുകൊണ്ട് നമുക്കൊരു 13.5 ഇഞ്ചിലാണ് അല്ലെങ്കിൽ 14 ഇഞ്ചിലാണ് നമ്മൾ ഷേപ്പ് വണ്ണം അടയാളപ്പെടുത്തുന്നത്. നമ്മൾ ഷേപ്പ് വണ്ണം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് 25 25ൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് ലൂസ് കൂട്ടണം. അതായത് ഷേപ്പ് വണ്ണമാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ 25 കൊച്ചിൻ്റെ ഷേപ്പ് വണ്ണം. 25ൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുമ്പോൾ നമുക്ക് 29 കിട്ടുന്നു. 29ൻ്റെ 4 വണ്ണം എന്ന് പറയുന്നത് 7.25 7.25. നമ്മൾ കണ്ടിട്ടുണ്ടാകും ചില വീഡിയോകളിൽ ചിലർ പറയും 1 ഇഞ്ച് കൂട്ടിയാൽ മതി അല്ലെങ്കിൽ 1/2 ഇഞ്ച് കൂട്ടിയാൽ മതി എന്നൊക്കെ പറയും. പക്ഷേ എല്ലാവർക്കും അത് കറക്റ്റായി വരില്ല. അല്ലെങ്കിൽ ശരീരമുള്ളവർക്ക് അത് ആ വണ്ണം 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ചോ കൂട്ടിയാലൊന്നും എല്ലാവർക്കും കറക്റ്റായി വരില്ല. അപ്പം കൃത്യമായിട്ട് നിങ്ങൾ തുടക്കക്കാർ ചെയ്യേണ്ടത് എപ്പോഴും ഈ 4 ഇഞ്ച് തന്നെ കൂട്ടുക. അപ്പോൾ നിങ്ങൾ 4 ഇഞ്ച് തന്നെ കൂട്ടുക. എന്നിട്ട് നിങ്ങൾ ഈ ഷേപ്പ് വരയ്ക്കുക. അപ്പോൾ ഇത്രയും നമ്മൾ വരച്ചു. നമ്മൾ ചെസ്റ്റ് വരച്ചു, ബസ്റ്റ്, വേസ്റ്റ് ഇത്രയും വരച്ചു. ഇനി നമുക്ക് ഹിപ്പ് വണ്ണമാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ഈ കൊച്ചിന് പൊക്കം കുറവാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് 20 ഇഞ്ചിലാണ് നമ്മൾ ഹിപ്പ് വണ്ണം അടയാളപ്പെടുത്തുന്നത്. പൊക്കം ഉള്ളവർക്കാണ് 20, 21 ഇഞ്ച് അല്ലെങ്കിൽ 21.5 ഇഞ്ചൊക്കെ ഹിപ്പ് വണ്ണത്തിനായിട്ട് ഇറക്കം വരും. ഇതിപ്പം പൊക്കം കുറവായ ആളായതുകൊണ്ട് നമുക്ക് ഹിപ്പ് വണ്ണം അടയാളപ്പെടുത്തുന്നത് നമ്മൾ 20 ഇഞ്ചിലാണ്. അപ്പോൾ നമുക്ക് ഹിപ്പ് വണ്ണം ഈ കൊച്ചിന് 31. അപ്പോൾ 31ൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ നമുക്ക് 35 കിട്ടുന്നു. 35ൻ്റെ 4 വണ്ണം എന്ന് പറയുന്നത് 8.25. അപ്പോൾ 8.25 നമുക്കിവിടെ അടയാളപ്പെടുത്താം. അപ്പോൾ നമ്മൾ 3 വണ്ണം അടയാളപ്പെടുത്തി. അത് നമുക്കൊന്ന് യോജിപ്പിക്കാം. ഇത്രയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് 1.5 ഇഞ്ച് കൂട്ടാം. ഇവിടെ നമുക്ക് 1.5 ഇഞ്ച് കൂട്ടാം. പക്ഷെ ഇവിടെ വരുമ്പോൾ നമ്മൾ 1 ഇഞ്ച് കൂട്ടിയാൽ മതി. ഇനി നമുക്ക് താഴേക്കാണ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ചെറിയ ചെരുവ് കൊടുത്തിട്ട് താഴേക്ക് അടയാളപ്പെടുത്താം. ഇവിടെ നമ്മൾ 12 ഇഞ്ച് വീതിയാണ് കൊടുക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ആ വീതി കൊടുക്കാൻ പറ്റും. വീതി കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ വീതി കൂടുതൽ കൊടുക്കാം. കുറവ് മതിയെങ്കിൽ അത് അതിൻ്റെ ഓരോരുത്തരുടെയും വണ്ണത്തിനനുസരിച്ച് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇവിടെ എല്ലാം ഓരോ ഇഞ്ച് കൊടുത്താൽ മതി. ഇത്രയാണ് നമ്മൾ ചുരിദാറിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ കട്ട് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ വരച്ചപ്പോൾ ശ്രദ്ധിച്ചത്
ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കഴുത്തിൻ്റെ അകലം കൊടുക്കുന്നതിൽ ശ്രദ്ധിക്കണം. നമ്മുടെ ഷോൾഡർ എത്രയാണോ നമ്മൾ കറക്റ്റ് കൊടുക്കേണ്ടത് അത് നോക്കണം. പിന്നെ കൈക്കുഴി, അത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം വെട്ടുന്നത്. ഇതിങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഈ വരയുടെ ഉള്ളിൽ നിൽക്കുന്ന പോലെ കണ്ടോ, ഈ വരയുടെ ഉള്ളിൽ നിൽക്കുന്ന പോലെ ആയിരിക്കണം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ചിലർ വെട്ടുമ്പോൾ ഈ വരയുടെ പുറത്ത് പോകുന്ന ചിലപ്പോൾ അവസരങ്ങളുണ്ടാവും. അപ്പോഴും കഴുത്തിൻ്റെ ആ ലൂസിനെ അത് ബാധിക്കും. കാരണം വെച്ചാൽ ഇവിടെ നമ്മൾ അകലം കൊടുക്കും തോറും ഇതങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്നാന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ എപ്പോഴും നമുക്ക് ലൂസ് വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 4 ഇഞ്ച് കഴുത്തേലേക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും വെട്ടുമ്പോൾ തന്നെ. നമ്മൾ അത്രയും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്കുഴി കട്ട് ചെയ്യാം. നിങ്ങൾ ചുരിദാർ തയ്ച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിച്ച് നോക്കുക, ബസ്റ്റ് അളവും അല്ലെങ്കിൽ ബസ്റ്റ് അളവ് എടുത്തിട്ട് ചെസ്റ്റ് അളവ് എടുക്കാതെ ബസ്റ്റ് അളവ് എടുത്തിട്ടാണോ നിങ്ങൾ കട്ട് ചെയ്തിട്ടുള്ളതെന്ന് ചിന്തിക്കുക. കാരണം അതെന്തായാലും ആ അളവ് കൊടുക്കുമ്പോൾ നമുക്ക് ഈ കൈക്കുഴി കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരേ അളവാണെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാം. കാരണം ഇവിടെ കിട്ടുന്ന ഈ ചെസ്റ്റ് അളവിന് കിട്ടുന്ന വണ്ണോ ഈ ബ്രസ്റ്റ് അളവിന് കിട്ടുന്ന വണ്ണോ എന്നാണെങ്കിൽ നമ്മൾ എടുക്കുന്ന 4 വണ്ണം എടുക്കുന്നത് കറക്റ്റ് ആയിരിക്കും. പക്ഷേ നമ്മൾ ഈ ചെസ്റ്റ് അളവിനേക്കാളും ചെസ്റ്റ് അളവ് കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിവിടെ ഇപ്പോൾ 30 ഇവിടെ 32 ആണെങ്കിൽ തീർച്ചയായും 30ന്റെ പകുതി എടുക്കുന്നതോ അല്ലെങ്കിൽ 30ന്റെ 4 എടുക്കുന്നതോ 32ന്റെ 4 എടുക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ആ വ്യത്യാസം നമ്മുടെ കൈക്കുഴി അളവെടുക്കുന്നതിൽ നമ്മളെ ബാധിക്കും. അവിടെ ലൂസ് വരും. അപ്പോൾ അങ്ങനെ നമുക്ക് ഷോൾഡറിന് അല്ലെങ്കിൽ കഴുത്തിന് ലൂസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതളവാണോ നിങ്ങൾ എടുക്കുന്നതെന്നാണ് ആദ്യം ചിന്തിക്കേണ്ടത്. അപ്പോൾ മാറ്റം വരുത്തേണ്ടത് നിങ്ങൾ ബ്രസ്റ്റ് അളവാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ബ്രസ്റ്റ് അളവും ചെസ്റ്റ് അളവും അളന്ന് നോക്കുക. ഒരേ അളവാണെങ്കിൽ, അതായത് 30 തന്നെയാണ്, ഇപ്പോൾ ഈ കൊച്ചിന് 30 തന്നെയാണോ വന്നിരിക്കുന്നത്, 30 തന്നെയാണെങ്കിൽ നിങ്ങൾ ഈ ഷോൾഡർ തന്നെ കൈക്കുഴി കൊടുത്താലും വലിയ പ്രശ്നം വരില്ല. പക്ഷേ ഇവിടെ നമുക്ക് 3/4 ഇഞ്ച് വ്യത്യാസം വന്നാൽ ഞാൻ നിങ്ങളെ കാണിച്ചു. അങ്ങനെ വ്യത്യാസം വരുന്ന ചില ശരീരപ്രകൃതി ഉണ്ടാവും. വിരിഞ്ഞ ഷോൾഡർ അല്ലെങ്കിലാണ് ഈ പ്രശ്നം വരുന്നത്. അതേസമയം ഈ കൊച്ചിന് ഒരു 14.5 ഇഞ്ച് ഷോൾഡർ ആയിരുന്നെങ്കിൽ നമുക്ക് ഈ ഷോൾഡർ തന്നെ കൈക്കുഴി കൊടുക്കുന്നതിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഈ കൊച്ചിന് ഷോൾഡർ 13.5 ഇഞ്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഷോൾഡർ കൈക്കുഴിയായിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പം അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഷോൾഡറിന്റെ പിരിവിനെ പറ്റി. അപ്പം അത് ഞാൻ ഇതിലൂടെ ആഡ് ചെയ്തേക്കാം. മുൻവശം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മുൻവശം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മൾ തുണി ഇട്ടത് ഈ എംബ്രോയിഡറി നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ കൃത്യം നടുക്ക് 2 ആക്കി മടക്കിയിട്ട്, അതായത് നമ്മൾ തുണി 2 ആക്കി മടക്കിയിട്ട് കൃത്യം ഈ എംബ്രോയിഡറി നടുക്ക് വരുന്നതിലാണ് നമ്മളിത് കട്ട് ചെയ്തിട്ടുള്ളത്, ഫ്രണ്ട് വശം. ഇനി നമ്മൾ പുറകു വശം കട്ട് ചെയ്യുമ്പോൾ എംബ്രോയിഡറി ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കട്ട് ചെയ്തത്. ഇനി നമ്മൾ പുറകു വശം കട്ട് ചെയ്യുമ്പോൾ ഇതിപ്പം പ്ലെയിൻ തുണിയാണ്, നമുക്ക് എംബ്രോയിഡറി ഒന്നുമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തുണി സേവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ കൈ നമുക്ക് തികയാതെ വരും, അപ്പം തുണി സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത് ഇങ്ങോട്ട് വലിച്ചിടണം. ഇങ്ങോട്ട് വലിച്ചിടുക, ഇങ്ങനെ വലിച്ചിടുക. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ചായിരിക്കണം നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വീതിക്കുള്ള തുണി ഇവിടെ ഇട്ടിട്ടുണ്ട്, വിരിച്ചിട്ടിട്ടുണ്ട്. നമുക്കിനി ഫ്രണ്ട് വശം എടുത്ത് വെച്ചിട്ട് പുറകു വശം കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ താഴ്വശം ഒപ്പം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷോൾഡറെല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് പുറകുവശത്തെ കഴുത്തിൻ്റെ ഇറക്കമാണ് എടുക്കേണ്ടത്. നമ്മൾ ഫ്രണ്ടിൽ 6.5 എടുത്തത്, പുറകുവശത്ത് നമ്മൾ 5 ഇഞ്ച് എടുക്കുന്നുള്ളൂ. ഇതേ അകലം തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്, 2.5 ഇഞ്ച് തന്നെ. അപ്പോൾ ഒരിക്കലും കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അകലം നമ്മൾ വെട്ടുമ്പോഴും വരയ്ക്കുമ്പോഴും എല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഇത്രയും നമുക്ക് യോജിപ്പിക്കേണ്ടതുള്ളൂ. അപ്പോൾ നമ്മൾ പുറകുവശം വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ ഇവിടെ 1/2 ഇഞ്ച്, നമ്മൾ ഫ്രണ്ടാണ് ഇത് ആദ്യം വെട്ടിയത്, അതുകൊണ്ട് നമുക്കിവിടെ ഷോൾഡറിൻ്റെ ഇവിടെ 1/2 ഇഞ്ച് തള്ളിയിട്ടിട്ട് വേണം നമ്മൾ പുറകുവശത്തിന് കട്ട് ചെയ്യാൻ. കൈക്കുഴിയുടെ ഇറക്കം എല്ലാം സെയിം, വണ്ണം എല്ലാം സെയിം. ഇത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. താഴത്തെ വീതിയെല്ലാം സെയിം തന്നെ, വ്യത്യാസമൊന്നുമില്ല. അപ്പം വെട്ടുമ്പോൾ എപ്പോഴും കഴുത്ത് നമ്മൾ വരച്ച വരയിൽ നിന്നും പുറത്തു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പുറകുവശവും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഫുള്ള് കട്ട് ചെയ്തിട്ട് കാണിക്കും. അപ്പോൾ നമ്മളങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പുറകും മുന്നും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ലൈനിങ് വെട്ടുമ്പോൾ ആ 1.5 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ലൈനിങ് കട്ട് ചെയ്യുന്നത്. ബാക്കിയെല്ലാം സെയിം അളവ് തന്നെ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോഴും തയ്ക്കുമ്പോഴും ഈ 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കഴുത്തിൻ്റെ ലൂസ് വരുന്നത് ഒഴിവാക്കാൻ പറ്റും.
അപ്പോൾ ഇത് തയ്ക്കുമ്പോൾ കാണിച്ചു തരാം. ഇത്രയും തുണിയുണ്ട് നമുക്ക്. ഇതുകൊണ്ട് നമുക്ക് കൈ കട്ട് ചെയ്യണം. ഒരു സൈഡിലേക്ക് പുറകു പീസ് ഒരു സൈഡിലേക്ക് തള്ളിയിട്ടുകൊണ്ട് തന്നെ നമുക്ക് ഈ വീതിക്ക് തുണി കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും വീതി കിട്ടത്തില്ല. നമുക്ക് 14 ഇഞ്ചാണ് ഇറക്കം. അപ്പോൾ ഇതുള്ള തുണീനെ ഞാൻ 2ആക്കി മടക്കിയിട്ടു. അതിന് ശേഷം നമുക്ക് ഒന്നോടെ മടക്കാം. 14 1 15. നമുക്ക് ലൈനിങ് വെച്ച് അടിച്ച് മറിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് 1 ഇഞ്ചേ കൂടുതൽ വേണ്ടതുള്ളൂ. തുടക്കക്കാരാകുമ്പോൾ നിങ്ങൾ 1.5 ഇഞ്ചിട്ട് കട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ ചിലപ്പം കൈ ഇറക്കം കുറഞ്ഞു പോകും. നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റില്ല തുടക്കക്കാരാകുമ്പോൾ. അപ്പോൾ നമ്മൾ 1.5 ഇഞ്ച് കൂട്ടിയിടണം ഇറക്കത്തിൻ്റെ കൂടെ. ഇനി നമുക്ക് റിഗാൾ ഷേപ്പ് നമ്മൾ 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. 30 ഇഞ്ച് നമുക്ക് 3 ഇഞ്ച് ഇടയിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് വരയ്ക്കാം. വണ്ണം നോക്കണമല്ലോ. വണ്ണം നമുക്ക് തയ്ച്ച് തീരുമ്പോൾ 8 ഇഞ്ചാണ് കിട്ടേണ്ടത്. ഇതൊന്ന് വരയ്ക്കാം. തയ്യൽത്തുമ്പിനുള്ള തുണി നമുക്ക് വേറെ എക്സ്ട്രാ പിടിപ്പിക്കേണ്ടി വരും. കൈക്ക് വണ്ണം കിട്ടത്തില്ല. ഇവിടെ നമുക്ക് 9 ഇഞ്ചാണ്. അപ്പോൾ 4.5 ഇഞ്ച്. അടിവശത്തെ വണ്ണം 4.5 ഇഞ്ച് അടയാൾ തയ്യൽത്തുമ്പ്. അപ്പോൾ നമുക്കിവിടെ ഒരു കഷ്ണം കൊടുക്കേണ്ടി വരും വണ്ണത്തിനായിട്ട്. നമുക്കതൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. അപ്പോൾ അത് വരച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കൈയൊക്കെ ഇഷ്ടംപോലെ വെട്ടുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ലൂസ് ഇല്ലാതിരിക്കാൻ ചെയ്യേണ്ടത് ഒരു 2-3 കാര്യങ്ങളാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. കഴുത്ത് വരയ്ക്കുമ്പോഴും കഴുത്ത് കട്ട് ചെയ്യുമ്പോഴും കഴുത്ത് തയ്ക്കുമ്പോഴും കറക്റ്റ് ചെയ്യുക. അതുപോലെ കൈക്കുഴി കട്ട് ചെയ്യുമ്പോഴും അളന്ന് തന്നെ കട്ട് ചെയ്യുക. നമ്മൾ അടിക്കുമ്പോഴും കൈ പിടിപ്പിക്കുന്നതിന് മുൻപ് നമ്മൾ അത് കൃത്യമായി നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ അടിക്കാൻ. അപ്പോൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടിക്കുന്ന നേരത്ത് ഞാൻ കഴുത്തടിക്കുന്നതും ഷോൾഡറിൻ്റെ അവിടെ കൈ പിടിപ്പിക്കുന്നതിന് മുമ്പ് അളവെടുക്കുന്നതും കാണിച്ചു തരാം. പിന്നെ നമ്മൾ ചുരിദാർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ലൈനിങ്ങുമായിട്ട് അടിച്ച് മറിച്ചെടുക്കാം. കഴുത്ത് നമുക്ക് 3 വിധത്തിലടിക്കാം. ഒന്ന് നമുക്ക് ലൈനിങ് വെച്ച് അടിച്ച് മറിച്ചെടുക്കാം. രണ്ടാമത് നമുക്ക് ക്യാൻവാസ് വെച്ച് അടിച്ച് മറിച്ചെടുക്കാം. മൂന്നാമത് നമ്മൾ ഇതിൻ്റെ തന്നെ പീസ് കട്ട് ചെയ്തിട്ട് ക്യാൻവാസ് വെക്കാതെ നമുക്ക് അടിച്ച് മറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ക്യാൻവാസ് വെക്കാതെ ഇതിൻ്റെ തന്നെ തുണി അടിച്ച് മറിച്ചെടുക്കുന്ന രീതിയിലാണ് ഇന്ന് ഞാനിത് തയ്ക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പീസ് അവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അത് നമ്മൾ ആദ്യം ലൈനിങ് നിവർത്തിയിട്ടു. അതിനുശേഷം ചുരിദാർ നിവർത്തിയിട്ടു. അതിൻ്റെ മുകളിൽ കറക്റ്റ് ചെയ്ത് വെച്ചു. കഴുത്തെല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചു. കാരണം ലൈനിങ് വെച്ച് അടിച്ചു മറിക്കുന്നതാണ് സാധാരണ നമ്മൾ കാണുക. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ലൈനിങ് വെച്ച് അടിച്ചു മറിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാൻവാസ് ഇച്ചിരി കൂടെ പഠിച്ചവർക്കാണ് ചെയ്യാൻ പറ്റുക. ഇവിടെ നമ്മൾ ഇതേ സെയിം തുണി തന്നെ നമുക്ക് വെച്ചിട്ട് അടിച്ചു മറിക്കുന്ന രീതിയാണ്. അതിപ്പോൾ ലൈനിങ് ഇല്ലെങ്കിലും നമുക്ക് ഈ മെത്തേഡ് തന്നെ ചെയ്യാം. കാരണം ചുരിദാർ മെറ്റീരിയലിൻ്റെ തുണി തന്നെ കട്ട് ചെയ്തിട്ട് നമുക്ക് ലൈനിങ് വെക്കുന്നത് പോലെ അല്ലെങ്കിൽ ലൈനിങ് അടിച്ചു മറിക്കുന്ന പോലെ നമുക്ക് അടിച്ചു മറിക്കുന്ന വിധമാണ് ഞാൻ ഇതിനകത്ത് കാണിച്ചിരുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഈ ചുരിദാറിൻ്റെ തന്നെ തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതാണ് ചുരിദാറിൻ്റെ നല്ല വശം. അപ്പോൾ ഇത് ലൈനിങ് വെച്ച് ഉൾവശമാണ്. അപ്പോൾ ഈ നല്ല വശത്ത് നമ്മൾ ഈ തുണി അങ്ങ് വെച്ച് കൊടുക്കും. കണ്ടോ, നമ്മൾ കഴുത്തൊന്നും കട്ട് ചെയ്തിട്ടില്ല. നമ്മൾ വെറുതെ ഒരു കഷ്ണം തുണി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇത് തിരിച്ചിടാം. അപ്പം നല്ല വശത്താണ്, ചുരിദാറിൻ്റെ നല്ല വശത്താണ് നമ്മുടെ കഴുത്ത് തയ്ക്കാനുള്ള തുണി ഇരിക്കുന്നത്. അതുകൊണ്ടോ, ഇതിപ്പം നമ്മുടെ ലൈനിങ് വെച്ച സ്ഥലമാണ്. അതായത് ചീത്തവശം, ഉൾവശം. അപ്പം നമ്മൾ ഈ കഴുത്ത് വെട്ടിയിട്ടുണ്ടല്ലോ, ഈ കഴുത്ത് വെട്ടി അതേ രീതിയിൽ നമ്മൾ ഇതിങ്ങനെ അടിച്ചെടുക്കുന്നു. അപ്പോൾ നമുക്ക് തുടക്കക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് അടിച്ചെടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. കറക്റ്റ് ആ യു ഷേപ്പിൽ നമുക്ക് അടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 4 ഇഞ്ച് മാറ്റിയിട്ട് നമ്മളിങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കുന്നു. പിന്നെ തുടക്കക്കാരൊക്കെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കറക്റ്റ് നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഇതിങ്ങനെ അങ്ങ് മാറിപ്പോകാം. ഉണ്ടോ, ഇതിപ്പോൾ നമുക്ക് നേരെ വരേണ്ടത് ഇച്ചിരി ഇങ്ങനെ ചെരിഞ്ഞു പോകും. അപ്പോഴും നമ്മുടെ കഴുത്തിൻ്റെ ഷേപ്പിനെയും ബാധിക്കും, പിന്നെ ഷോൾഡറിനുണ്ടാവേണ്ട ലൂസിനെയും ബാധിക്കും. അപ്പോൾ നമ്മളെ നേരെ തന്നെയാണ് 4 ഇഞ്ച് ആ വലുപ്പത്തിൽ തന്നെയാണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് തുടക്കക്കാരിങ്ങനെ
നമ്മളൊന്ന് ലൈൻ ഇട്ടിട്ട് അല്ലെങ്കിൽ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ഇത് അടിച്ചു കൊടുക്കാൻ. അപ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ തന്നെ അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അടിച്ചെടുക്കാം. ഇത് അടിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ കഴുത്ത് വലിക്കാൻ പാടില്ല. അപ്പം കഴുത്തിനുണ്ടാകുന്ന ലൂസ് കഴുത്ത് വലിക്കുന്നത് കൊണ്ടും സംഭവിക്കാം. അപ്പോൾ നമ്മൾ കഴുത്ത് ലൂസാകാതിരിക്കാൻ അല്ലെങ്കിൽ കഴുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇത് അടിച്ചു കൊടുക്കുകയാണ്. 4 ഇഞ്ച് വീതിയിൽ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതേ ഷേപ്പിൽ തന്നെ നമ്മൾ ഇങ്ങനെ പതുക്കെ വെച്ച് കൊടുത്ത് അടിച്ചെടുക്കുള്ളൂ. ഒട്ടും വലിക്കുകയില്ല. കാരണം ആ ഷേപ്പിനെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് അടിക്കുകയില്ല. ഇങ്ങനെ കറക്റ്റ് നമ്മൾ വെച്ച് കൊടുത്ത് പതുക്കെ തിരിച്ചു കൊടുക്കുകയുള്ളൂ. ഇങ്ങനെ ഇങ്ങനെ പതുക്കെ തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുത്തു കഴിയുമ്പോൾ നമുക്കത് വലിക്കേണ്ട യാതൊരു ആവശ്യവും വരുന്നില്ല. ഉണ്ടോ? അപ്പം നമ്മൾ അടയാളപ്പെടുത്തിയ കറക്റ്റ് വേയിലൂടെയാണ് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞൊന്നും പോകുകയില്ല, ഷേപ്പ് വ്യത്യാസം വരികയില്ല. അങ്ങനെ പല പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരു പീസ്, ഏതെങ്കിലും ഒരു പീസ്, ഒന്നെങ്കിൽ ചുരിദാറിൻ്റെ പീസ് അല്ലെങ്കിൽ നമ്മൾ വെച്ച് കൊടുക്കുന്ന പീസ് കഴുത്തിൻ്റെ തുണി കട്ട് ചെയ്യാതെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് കഴുത്ത് തയ്ച്ചെടുക്കാൻ പറ്റുന്നത്. അതിപ്പം നിങ്ങൾ ചുരിദാർ ലൈനിങ് വെച്ച് അടിച്ച് മറയ്ക്കുവാണെങ്കിലും അങ്ങനെ ചെയ്താൽ മതി. കാരണം നമ്മൾ ചുരിദാറിൻ്റെ പീസ് കഴുത്ത് വെട്ടിയാൽ ലൈനിങ്ങിൻ്റെ പീസിൽ കഴുത്ത് വെട്ടാതിരിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ വെച്ച് കൊടുത്ത് കറക്റ്റ് അടിച്ചെടുക്കാൻ പറ്റും. അതേസമയം നമ്മൾ രണ്ടും ചുരിദാറിൻ്റെ പീസും ലൈനിങ്ങിൻ്റെ പീസും നമ്മൾ കട്ട് ചെയ്തിട്ടാണ്, ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ കഴുത്തടിക്കുന്നതെങ്കിൽ ചില സമയത്ത് അത് വലിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കാരണം നമുക്ക് തുടക്കക്കാരായതുകൊണ്ട് നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വലിഞ്ഞു പോയാലും നമ്മൾ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് വലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പീസ് കഴുത്തിൻ്റെ ഷേപ്പ് വെട്ടാതെ നമ്മൾ അടിച്ചു കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് തയ്ക്കുന്നവരൊക്കെ ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഞാൻ സെപ്പറേറ്റ് പീസ് വെച്ചതേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ ലൈനിങ് വെച്ച് അടിച്ച് മാത്രമേ കഴുത്ത് കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഒന്നെങ്കിൽ ലൈനിങ്ങിൽ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചുരിദാറിൻ്റെ പീസയിൽ കഴുത്ത് കട്ട് ചെയ്യുക. ഏതെങ്കിലും ഒന്ന് കട്ട് ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മൾ ഇത്ര അടിച്ചിട്ടുണ്ട്. നമ്മളതിന് ചെറിയ ചെറിയ നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നോച്ചല്ല, ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. കഴുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പിരിയാതെ കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇനിയാണെങ്കിൽ നമ്മൾ ഇത് മറയ്ക്കാൻ നേരത്തെ നമ്മൾ ഒട്ടും വലിക്കാൻ പാടില്ല. നമ്മളിങ്ങനെ പതുക്കെ വെച്ച് കൊടുക്കാനേ പാടുള്ളൂ. കഴുത്തെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വലിക്കാതെ നമ്മൾ കഴുത്തടിച്ചെടുക്കുക എന്നുള്ളതാണ്. കാരണം കഴുത്ത് വലിഞ്ഞു പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെയും നമുക്ക് കഴുത്തിൻ്റെ ലൂസ് കഴുത്ത് വലിഞ്ഞു പോകുന്നതുകൊണ്ട് സംഭവിക്കാം. അപ്പോൾ ഒരു ഡ്രസ്സ് നല്ല ഭംഗിയായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷേ വലിയ കാര്യങ്ങളൊന്നുമല്ല, ചെറിയ ചെറിയ കാര്യങ്ങളുമാണ്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പം കഴുത്ത് നമുക്കിങ്ങനെ വെച്ച് കൊടുത്തിട്ട് അടിച്ചു കൊടുക്കാം. നമ്മൾ വലിക്കേണ്ട ആവശ്യമില്ല. ചിലരിങ്ങനെ പിടിച്ചിട്ട് വലിക്കുന്നതാണ്, പക്ഷെ അങ്ങനെയൊന്നും വലിക്കരുത്. വലിക്കാതെ ഈ ഷേപ്പിൽ തന്നെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. നമ്മളിങ്ങനെ തുണി തിരിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ ഈ കൈ കൊണ്ട് ഇങ്ങനെ നമ്മൾ പിടിച്ചിട്ട് തിരിച്ചു കൊടുത്താൽ നമുക്ക് കഴുത്ത് വലിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇങ്ങനെയാണ് നമ്മൾ പതുക്കെ തിരിച്ചു കൊടുക്കുന്നത്. കുറേശ്ശെ കുറേശ്ശെ അടിച്ചാൽ മതി. നമ്മൾ കഴുത്തൊട്ടും വലിക്കാതെ നമ്മൾ കറക്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അടിയിലത്തെ തുണീനെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്. നമ്മൾ അടിയിലത്തെ തുണീനെ കറക്റ്റ് ചെയ്ത് നമ്മൾ കഴുത്തടിച്ചെടുക്കണം. കണ്ടോ? ഇങ്ങനെയാകുമ്പോൾ നമുക്ക് കഴുത്ത് വലിക്കേണ്ട യാതൊരു ആവശ്യവും വരുന്നില്ല. അപ്പം നമ്മളത് അടിച്ചെടുത്തു. അപ്പം ഇങ്ങനെയാണുള്ളത്. കണ്ടോ? കഴുത്തൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് നല്ല യു കഴുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇത് നമ്മുടെ നല്ല വശമാണ്, ഇത് നമ്മുടെ ചീത്ത വശമാണ്. ഇതുണ്ടോ? അപ്പം നമുക്ക് ഇങ്ങനെയാണ് പീസുള്ളത്. ഇത് നമുക്ക് നമ്മളിങ്ങനെ അടിച്ചാൽ അത് ചുരിദാറിൻ്റെ പുറത്ത് അടിപ്പായിട്ട് കാണും. അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെയാണ് ഉള്ളത്. നമ്മളെടുത്ത് വെച്ച് കൊടുത്ത എക്സ്ട്രാ പീസ് ഇതാണ്. അപ്പോൾ ഇത് ലൈനിങ് ആണ്. അപ്പോൾ നമ്മുടെ മെയിൻ തുണി, അതായത് ചുരിദാറിൻ്റെ മെയിൻ തുണിയെ നമ്മൾ മാറ്റിയിടുവാണ്. എന്നിട്ട് നമ്മൾ ഈ ചുരിദാറിൻ്റെ തുണി നമ്മൾ ഇങ്ങനെ മാറ്റിയിട്ടു. ഉണ്ടോ? ഇതിങ്ങനെ ചുരിദാറിൻ്റെ തുണി നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിട്ടു. അതിനുശേഷം ഈ പീസ് നമ്മൾ ഈ ലൈനിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ലൈനിങ്ങിൻ്റെ ഇതിലേക്ക് നമ്മൾ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ നമുക്ക് ഈ ഇങ്ങനെ ചേർത്ത് വെക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചേർത്തടിക്കുന്ന അടിപ്പ് പുറത്ത് കാണാതെ നമുക്ക് ഭംഗിയാക്കി അടിക്കാനും പറ്റും. നമ്മൾ ലൈനിങ്ങിൽ അടിച്ചു കൊടുത്തു. റെഡിമെയ്ഡൊക്കെ ഇങ്ങനെയാണ് അടിക്കുന്നത്. ചുളുങ്ങാതെ നോക്കി അടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ കഴുത്തിന് വെച്ച പീസ് ലൈനിങ്ങിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. നമ്മൾ അങ്ങനെ ലൈനിങ്ങിലേക്ക് അത് അറ്റാച്ച് ചെയ്തു. നമ്മളങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കഴുത്തൊക്കെ നല്ല ഭംഗിയായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. റെഡിമെയ്ഡിൻ്റെ കഴുത്തടിക്കുന്ന പോലെയാണ് നമ്മൾ കഴുത്ത് ഇപ്രാവശ്യം അടിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഇത് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുക. എല്ലാ സൈഡും നമ്മൾ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്യണം. ഇതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് കഴുത്തും അടിച്ചെടുക്കണം. ഷോൾഡറും സൈഡും എല്ലാം അറ്റാച്ച് ചെയ്ത് വെക്കാം ലൈനിങ്ങായിട്ട്. എന്നിട്ട് കാണിക്കാം. ഫ്രണ്ട് കഴുത്തും നമ്മൾ അങ്ങനെ തന്നെയാണ് അടിക്കുന്നത്. വേറെ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചുരിദാറിൻ്റെ തുണിയും ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത പീസ് നമ്മൾ ചുരിദാറിൻ്റെ നല്ല വശത്ത്, ഇതാണ് നല്ല വശം, അതിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കണം. അപ്പം കഴുത്ത് വലിഞ്ഞ് ലൂസായി പോകാതിരിക്കാനുള്ള നല്ലൊരു മാർഗ്ഗമാണിത്. നമ്മളത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് കളയാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ക്യാൻവാസ് അടിക്കുമ്പോൾ ഈ മുകളിലത്തെ വശം കട്ട് ചെയ്യാതിരിക്കുന്നത്. അതും ഇതുപോലൊരു ടിപ്പാണ്. കഴുത്തകന്നു പോകാതിരിക്കാൻ അല്ലെങ്കിൽ കഴുത്ത് മാറി പോകാതിരിക്കാനൊക്കെ ഉള്ളൊരു ടിപ്പാണ് അതും. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ തുണി വെച്ചടിക്കുമ്പോഴും അല്ലെങ്കിൽ ലൈനിങ് വെച്ചടിക്കുമ്പോഴായാലും ഒരു പീസ് കട്ട് ചെയ്ത് ഒരു പീസ് കട്ട് ചെയ്യാതെ കഴുത്തടിക്കുന്നത്. കഴുത്ത് ലൂസായി പോകുന്ന അല്ലെങ്കിൽ കഴുത്ത് പിടിഞ്ഞു പോകുന്നില്ല. ഈ മെത്തേഡ് സ്വീകരിച്ചാൽ വളരെ നന്നായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്യുക. വളരെ നമ്മൾ കഴുത്ത് നല്ല ഭംഗിയായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് നമുക്ക് കഴുത്ത് നല്ല റൗണ്ടിൽ നമുക്ക് അടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഒരു പീസ് കട്ട് ചെയ്യാതെ ഒരു പീസ് കട്ട് ചെയ്ത് നമ്മൾ അടിക്കുമ്പോഴുള്ള പ്രത്യേകത. നല്ല ഭംഗിയായിട്ട് നമുക്ക് വലിയാതെ കഴുത്ത് ലൂസാകാതെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ലൈനിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്യണം. അത് ഞാൻ നിങ്ങൾ കാണിച്ചു തന്നിരുന്നു. നമ്മൾ നല്ല തുണി മാറ്റിയിട്ടിട്ട് ഇത് ലൈനിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന വിധമാണ്. അപ്പോൾ ഇതും കൂടെ ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഒത്തിരി ലെങ്തായി പോകും. അപ്പോൾ ഇത് അടിച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. അങ്ങനെ നമ്മൾ കഴുത്ത് നല്ല ഭംഗിയായിട്ട് തയ്ച്ചിട്ടുണ്ട്. ഞാൻ ഈ വെട്ടുന്നതും എല്ലാം കസ്റ്റമറുടെ ഡ്രസ്സുകളാണ്. അപ്പോൾ വെട്ടുന്നത് മാത്രം നമ്മൾ കണ്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പം തയ്ക്കുന്നതും തയ്ച്ച് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്കും നിങ്ങളെ കാണിക്കുന്നത് അതുകൊണ്ടാണ്. അല്ലാതെ എനിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ടോ തയ്ക്കുന്നതല്ല. ഇതെല്ലാം കസ്റ്റമറുടെ ഡ്രസ്സുകളാണ്. അപ്പോൾ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറാണ് കൂട്ടി തയ്പ്പിക്കേണ്ടത്. അപ്പം കഴുത്ത് ലൂസ് വരുമെന്ന് ഉറപ്പുള്ളവർ അല്ലെങ്കിൽ ഇതിനു മുന്നേ കഴുത്തിന് ലൂസ് വന്നിട്ടുള്ളവർ ചുരിദാറിടുമ്പോൾ നമുക്കറിയാമല്ലോ കഴുത്തിന് ലൂസ് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ ഷോൾഡർ കൂട്ടി വയ്ക്കുമ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, സാരി ബ്ലൗസിൻ്റെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഷോൾഡർ കൂട്ടി വയ്പ്പിക്കുമ്പോൾ നമ്മൾ ഈ കഴുത്തേലേക്ക് ഒരു 1/4 ഇഞ്ച്, നമുക്ക് ഒരുപാട് വേണ്ട, 1/4 ഇഞ്ചിൻ്റെ ആവശ്യം വരുന്നുള്ളൂ ചെരിച്ചടിക്കുക. അതാണ് കഴുത്ത് ലൂസാവുന്നതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റായ മാർഗം അതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൈക്കുഴിയുടെ അളവ് കറക്റ്റായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരെ അടിക്കേണ്ട ഷോൾഡർ, ഇങ്ങനെ നേരെ അടിക്കേണ്ട ഷോൾഡറാണ്. അത് നമ്മൾ ഇങ്ങനെയാണല്ലോ അടിക്കുന്നത്, നേരെ കാണാമോ, നേരെയല്ലേ അടിക്കുന്നത് നമ്മൾ.
അവിടെ നമ്മൾ 1/4 ഇഞ്ച് ഇങ്ങനെ ചെരിച്ചടിക്കുന്നു. അപ്പോൾ 1/4 ഇഞ്ച് അടിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വലിയ വ്യത്യാസങ്ങൾ വരുന്നുമില്ല. പക്ഷേ എന്നാൽ കഴുത്തിന് കുറവോ അങ്ങനെയൊന്നും വരില്ല. പക്ഷേ എന്നാന്ന് വെച്ചാൽ കഴുത്ത് നല്ല ടൈറ്റായിട്ടിരിക്കും, നല്ല ഭംഗിയായിട്ടിരിക്കും, ടൈറ്റായിട്ട് നിൽക്കും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ ചോദിച്ചിരുന്നു ഇങ്ങനെ മാറ്റം വരച്ച് തയ്ക്കുമ്പോൾ കഴുത്തിനും അളവുകൾക്കും വ്യത്യാസം വരികയല്ലേ എന്ന്. ഒരിക്കലും വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു 1/4 ഇഞ്ചിൻ്റെ ചെരിവേ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് നമ്മുടെ കഴുത്തിനെ ബാധിക്കില്ല. അല്ലെങ്കിൽ ഞാൻ അളന്ന് കാണിച്ചു തരാം. ബാധിക്കില്ല എന്ന് പറയാൻ കാരണം നമ്മൾ ഈ തുണി വെച്ച് അല്ലെങ്കിൽ പീസ് വെച്ച് അടിച്ച് മറയ്ക്കുമ്പോൾ നമുക്കവിടെ ഒരു 1/4 ഇഞ്ച് കൂടുതൽ കിട്ടുന്നുണ്ട്. നമ്മൾ 5 ഇഞ്ചാണ് കഴുത്തെടുത്തതെങ്കിൽ നമ്മൾ ഇവിടെ പീസ് വെച്ച് അടിക്കുമ്പോൾ നമുക്ക് 1/4 ഇഞ്ച് ഇവിടെ കൂടുതൽ കിട്ടുന്നുണ്ട്. ആ 1/4 ഇഞ്ച് നമുക്കിവിടെ കുറഞ്ഞാലും കുഴപ്പം പറ്റില്ല. അപ്പോൾ നമ്മളവിടെ 1/4 ഇഞ്ച് ചെരിച്ചടിച്ചിട്ടുണ്ട്. ഈ പുറത്ത് നമുക്കങ്ങനെ തന്നെ ഒരു 1/4 ഇഞ്ച് കഴുത്തേലേക്ക് ചെരിച്ചടിക്കാം. അത് നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഷോൾഡറിൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 1/4 ഇഞ്ച് കഴുത്തിലേക്ക് ചെരിച്ചു അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കുക, നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കം നമ്മൾ ഒരു ഷോൾഡറിലാണ് വെച്ചേക്കുന്നത്. ഒരു ഷോൾഡർ കറക്റ്റ് നമുക്ക് 5 ഇഞ്ച് ഉണ്ടോ, 5 ഇഞ്ച് കഴുത്തിറക്കം നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഉണ്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ 1/4 ഇഞ്ച് ചെരിച്ചടിച്ച് കൊടുത്താലും നമുക്ക് ഈ നമ്മൾ അതായത് തുണി വെച്ചടിച്ച് മറിക്കുന്നുണ്ട്, എക്സ്ട്രാ പീസ് വെച്ചടിച്ച് മറിക്കുമ്പോൾ നമുക്ക് ഇവിടെ 1/4 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ 1/4 ഇഞ്ച് നമ്മൾ കുറച്ചടിച്ചാലും നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കത്തെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ നിങ്ങൾ കഴുത്ത് ലൂസുള്ളവർ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. കഴുത്ത് 1/4 ഇഞ്ച് കഴുത്തേലേക്ക് ചെരിച്ചടിച്ച് കൊടുക്കുക. നമുക്കിനി അത് പതിച്ചടിക്കാം. കഴുത്തിന് ചുറ്റുമുള്ള ഇത് നമുക്ക് തുന്നിയെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പതിച്ചടിച്ചെടുക്കുക. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ എനിക്ക് നേരമില്ലാത്തതുകൊണ്ട് ഞാൻ പതിച്ചടിച്ചെടുക്കുകയാണ് ചെയ്യുക. നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. കണ്ടോ, കഴുത്തൊക്കെ നല്ല ഭംഗിയായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ നമ്മളിനി ഷോൾഡർ യോജിപ്പിച്ചല്ലോ. അപ്പോൾ നമുക്ക് ഒന്നോടെ ഈ കൈക്കുഴി നടന്ന് നോക്കണം. നമുക്ക് 7.25 നമുക്ക് ഷോൾഡർ യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കൈക്കുഴി ചെസ്റ്റ് വണ്ണത്തിൻ്റെ അവിടെ, അതായത് ചെസ്റ്റ് വണ്ണമാണ് കേട്ടോ, ചെസ്റ്റ് വണ്ണത്തിൻ്റെ അവിടെ നമുക്ക് കിട്ടേണ്ടത് 7.25. അപ്പോൾ അത് കിട്ടുന്നുണ്ടോ ഒന്നോടെ നമ്മൾ കൈ വെക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം. ഇല്ലെങ്കിൽ ഇവിടെ തെറ്റ് വരും. ഒന്നെങ്കിൽ പിന്നെ നമുക്ക് 1/2 ഇഞ്ച് ഇവിടെ വിടേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഷോൾഡർ അടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കിവിടെ ജോയിൻറ്റിൻ്റെ അവിടെ വെച്ചിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ടേപ്പ് ചുറ്റിയിട്ട് ഇങ്ങനെ നോക്കിയാൽ വേണ്ടോ, 6, 7, നമുക്കിവിടെ 7.5 കിട്ടുന്നുണ്ട്. 7.5 എന്ന് പറയുമ്പം നമ്മുടെ ഈ ചെസ്റ്റ് വണ്ണത്തിൽ ചെറിയൊരു ചേഞ്ച് വരുത്തേണ്ടി വരും. കാണിച്ചു തരാം. നമുക്കിവിടെ കിട്ടേണ്ടത് 17 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ഈ ടോട്ടൽ അളവിൽ നിന്നും 17 ഇഞ്ച് കണ്ടെത്തിയാൽ മതി. അപ്പോൾ നമുക്കിവിടെ 21.5 നമുക്ക് 4.5 ഇഞ്ച് കൂടുതലുണ്ട്. അപ്പോൾ നമ്മളിവിടെ 2.25 കുറയ്ക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊന്നുകൂടെ അളന്ന് നോക്കേണ്ടി വരും. കാരണം നമ്മൾ ഷോൾഡറെല്ലാം അടിച്ച് കഴുത്തെല്ലാം അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ണം കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്നുകൂടെ നമ്മൾ അളന്ന് നോക്കണം. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് അളവ് ഇവിടെയാണ് വരുന്നുണ്ടോ. നമ്മൾ ആദ്യം വെട്ടാൻ നേരത്ത് വരച്ചത് ഇവിടെയാണ്. ഇത്
ഉണ്ടാവും. അപ്പോൾ നമ്മൾ രണ്ടാമത് ഇതെല്ലാം അടിച്ചു കഴിഞ്ഞിട്ട് അളന്നപ്പോൾ നമുക്ക് വന്നത് 17 ഇഞ്ചാണ് കിട്ടേണ്ടത്. അതായത് 34 നമുക്ക് 17 ഇഞ്ചാണ് ഇവിടെ കിട്ടേണ്ടത്. ഇതുണ്ടോ, ഈ അടയാളപ്പെടുത്തിയെടുത്ത് നമ്മൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതുണ്ടോ, ഇവിടെ 17 ഇഞ്ച് ഉണ്ടോ, ഈ ചുമന്ന വരയുടെ അവിടെ. അപ്പോൾ നമ്മൾ ആദ്യം അടയാളപ്പെടുത്തിയത് നീല വരയായിരുന്നു, ഇപ്പം ചുമന്ന വരയുടെ അവിടെ. അപ്പോൾ അവിടെയാണ് നമ്മളിനി ഈ ഹോൾ റൗണ്ട് ഒന്നോടെ അളന്ന് നോക്കേണ്ടത്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഷോൾഡറിലൂടെ അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ചെക്ക് ചെയ്താണല്ലോ എന്ന് ഓർത്തിട്ട് നമുക്ക് പിന്നെ നമ്മൾ ചെക്ക് ചെയ്യാതിരിക്കരുത്. കൈ അടിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ നമ്മൾ ആം ഹോൾ റൗണ്ട് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മൾ കൈ പിടിപ്പിച്ച് കൊടുക്കാൻ. നമ്മൾ ഒന്നോടെ അളന്ന് നോക്കാം. 6, 7, 7.25. നമുക്ക് കൃത്യമായിട്ട് ഇവിടെ 7.25 നമുക്ക് വന്നിട്ടുള്ളത്. നമുക്ക് 7.25 നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ആം ഹോൾ റൗണ്ട് ഇവിടെ കറക്റ്റായിട്ട് നമ്മൾ വണ്ണം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്, അതായത് വണ്ണം നമ്മൾ ഒന്നോടെ അളന്ന് കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൈക്കുഴി കറക്റ്റ് ആക്കിയത്. നമ്മൾ ആദ്യത്തെ വണ്ണത്തിലാണ് നമ്മളിപ്പം വെട്ടാൻ നേരത്തെ അടയാളപ്പെടുത്തിയ വണ്ണത്തിലാണ് നമ്മൾ അടിക്കുന്നതെങ്കിൽ അവിടെ 4 ഇഞ്ച് ലൂസ് വരും. അത് നമ്മൾ അത്ര പെർഫെക്റ്റ് ആക്കില്ല, പക്ഷേ എങ്കിലും നമ്മളിവിടെ കഴുത്ത് ചരിച്ചടിച്ചുകൊണ്ട് നമുക്ക് ഇത്രയും പ്രശ്നം വരില്ല. പക്ഷേ ഇതും കൂടെ കറക്റ്റ് ആയാൽ നമ്മുടെ ഡ്രസ്സ് കുറച്ചുകൂടെ ഭംഗിയാവും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കൈ വെക്കുന്നതിന് മുൻപ് ചെസ്റ്റ് അളവ് നമ്മൾ കറക്റ്റ് ആണോ എന്ന് അളന്ന് നോക്കണം. നമ്മൾ ആദ്യം അടയാളപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒന്നോടെ ചെസ്റ്റ് അളവ് നമ്മൾ അടയാളപ്പെടുത്തിയ ശേഷം വേണം നമ്മൾ രണ്ടാമത് ആം ഹോൾ റൗണ്ട് ചെക്ക് ചെയ്ത് പിന്നെ നമ്മൾ കൈ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം കഴുത്ത് ലൂസാകാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മൾ വെട്ടുന്ന നേരത്ത് കഴുത്ത് നമ്മൾ അകലം അടയാളപ്പെടുത്തി നിന്ന് പുറത്തേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക, കഴുത്ത് വെട്ടുമ്പോഴും വരയ്ക്കുമ്പോഴും. അതുപോലെ നമ്മൾ കൈക്കുഴി നമ്മുടെ ചെസ്റ്റ് അളവ് കണക്കാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ കൈക്കുഴി കറക്റ്റ് ചെയ്ത് നമ്മുടെ ആം ഹോൾ റൗണ്ടിൽ ലൂസ് ചേർത്ത് അതിൻ്റെ പകുതി കണ്ട് നമ്മൾ ആം ഹോൾ റൗണ്ടിനനുസരിച്ച് നമ്മൾ കൈക്കുഴി കൊടുത്ത് ചുരിദാർ കട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അടിക്കുന്ന നേരത്താണ് കഴുത്ത് വലിഞ്ഞു പോകാതെ നമ്മൾ കറക്റ്റ് ചെയ്ത്, ഞാൻ പറഞ്ഞല്ലോ ഒരു തുണി നമ്മൾ കട്ട് ചെയ്യാതെ, ലൈനിങ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ വെക്കുന്ന പീസാണെങ്കിലും ഒരു തുണി നമ്മൾ കട്ട് ചെയ്യാതെ കഴുത്ത് അടിച്ചെടുക്കുക. അപ്പം കഴുത്ത് വലിയാതിരിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഷോൾഡർ 4 ഇഞ്ച് ചിരിച്ചടിച്ചു കൊടുക്കുക. മൂന്നാമത്തെ ചെയ്യേണ്ടത്, നമ്മൾ കൈ പിടിപ്പിക്കുന്നതിന് മുൻപ് ചെസ്റ്റ് അളവ് കറക്റ്റ് ചെയ്ത ശേഷം നമ്മൾ ആം ഹോൾ റൗണ്ട് ഒന്നോടെ ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മൾ കൈ പിടിപ്പിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കഴുത്ത് ലൂസാകാതെ ചുരിദാർ തയ്ച്ചിടാൻ പറ്റും. അപ്പോൾ ഞാനിതിന് കൈ പിടിപ്പിച്ച് ലാസ്റ്റ് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. നമ്മൾ ഇനി വണ്ണം ഒന്നോടെ ഇളക്കുകയാണ്, കാരണം നമ്മൾ ആദ്യം അളന്നെങ്കിലും അതിൽ വ്യത്യാസം ഉണ്ടോ എന്ന് നമ്മളൊന്നോടെ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് മുകൾ വശത്ത് 8.5 കിട്ടേണ്ടത്, അത് കറക്റ്റായിട്ട് അവിടെ അടയാളപ്പെടുത്തുക. വേസ്റ്റ് ലെങ്തിൻ്റെ അവിടെ നമുക്ക് 7.5 കിട്ടേണ്ടത്, അത് അടയാളപ്പെടുത്തുക. ഇനി നമുക്ക് ഫ്ലിറ്റിൻ്റെ അവിടെ നമ്മൾ 20 അടയാളപ്പെടുത്തിയത്, അവിടെ നമുക്ക് 8.25 അടയാളപ്പെടുത്തുക. അത് നമുക്ക് യോജിപ്പിക്കാം. അപ്പോൾ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടാണ് നമ്മൾ വണ്ണം അടിക്കേണ്ടത്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് വേണമെങ്കിൽ ആം ഹോൾ റൗണ്ടിൽ ചുറ്റി അളന്ന് നോക്കാം. നമുക്കിവിടെ 7.25 കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. പുറവശത്തും അതുപോലെ തന്നെ നമ്മൾ അളന്ന് തന്നെ രേഖപ്പെടുത്തുക. 8.5, 7.5, 8.25. ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് വേണം നമ്മൾ കൈ കൊടുക്കാനും സൈഡ് അടിക്കാനും. അന്നേരം നമ്മൾ ആം ഹോൾ റൗണ്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം കൈ കൊടുക്കാൻ. അപ്പം നമുക്ക് ബാക്കി അടിച്ചിട്ട് ഫുൾ കാണിക്കാം. അങ്ങനെ നമ്മുടെ ചുരിദാർ നല്ല ഭംഗിയായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളത് നോക്കുക, നല്ല ഭംഗിയല്ലേ, ഷേപ്പല്ല, നല്ല ഭംഗിയായിട്ട് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ അളവെന്ന് കാണിക്കാം. അതിൻ്റെ കൈക്കുഴിയുടെ അളവ് അല്ലെങ്കിൽ ആം ഹോൾ റൗണ്ടിൻ്റെ അളവ് കാണിക്കാം. നമ്മൾ തയ്ച്ച് കഴിഞ്ഞപ്പം കൃത്യമായിട്ട് നമുക്ക് 7.25 കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് അളന്ന് കാണിക്കാം. കഴുത്തൊക്കെ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആം ഹോൾ റൗണ്ട് തയ്ച്ച് കഴിഞ്ഞപ്പോൾ ഉള്ള ആം ഹോൾ റൗണ്ടാണിത്. കണ്ടോ, നമുക്ക് കൃത്യമായിട്ട് 7.25 ഒരു പോയിന്റ് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തയ്യലെല്ലാം കറക്റ്റായി എന്നാണ് അതിന് അർത്ഥം.
ചുരിദാർ നല്ല ഭംഗിയായിട്ടല്ലേ കഴുത്ത് ഊർന്നു പോകാതെ കഴുത്ത് ലൂസാകാതെ തയ്ക്കുന്നത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ കട്ടിങ്, അതായത് നമ്മുടെ തുണി വെട്ടുന്നത് ഒത്താൽ നമ്മുടെ തയ്യലിൻ്റെ പകുതി ഭാഗം കഴിഞ്ഞു എന്നാണ് പറയുക. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾ ചുരിദാർ കട്ട് ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ നല്ല ഭംഗിയായിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ ചുരിദാർ കട്ട് ചെയ്യുക. അതിനുശേഷം എൻ്റെ വീഡിയോ പറഞ്ഞിരിക്കുന്ന ടിപ്പ് അനുസരിച്ച് നിങ്ങൾ തയ്ച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചുരിദാർ തയ്ച്ചെടുക്കാൻ പറ്റും. കഴുത്തൊന്നും ലൂസില്ലാതെ കറക്റ്റ് ഇതുപോലെ ചെക്ക് ചെയ്ത് നിങ്ങൾ ചുരിദാർ തയ്ക്കുക. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് ചുരിദാർ ധരിക്കാനും പറ്റും. കഴുത്ത് ലൂസ് വരില്ല. നമുക്ക് നല്ല ആത്മവിശ്വാസത്തോടെ ചുരിദാർ ധരിക്കാൻ പറ്റും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. താങ്ക്